എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ വിൻസെന്റ് ഡി പോളിനെ കുറിച്ചാണ്. റോമൻ കത്തോലിക്ക സഭയുടെ വിശുദ്ധനാണ് വിശുദ്ധ വിൻസെന്റ് ഡി പോൾ. കത്തോലിക്ക സഭയുടെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ വിൻസെന്റ് ഡി പോൾ. 1581 ജീൻ ഡി പോളിന്റെയും ബെർട്രാൻ ഡി പോളിന്റെയും മൂന്നാമത്തെ മകനായി പാരീസിൽ ജനിച്ചു. പാരീസിൽ തന്നെ ടുളൂസിൽ വേദശാസ്ത്ര പഠനത്തിനായി ചേർന്നു. തുടർന്ന് പഠനത്തിന്റെ ചെലവുകൾക്കായി അദ്ദേഹം ഒരു വിദ്യാലയവും സ്ഥാപിച്ചു. 1600 സെപ്റ്റംബർ 25-ന് വിൻസെന്റ് പൗരോഹിത്യം സ്വീകരിച്ചു. 1605-ൽ വിൻസെന്റ് ഫ്രാൻസിൽ നിന്നും മാർസേയിലേക്കുള്ള കപ്പൽ യാത്രയിൽ കടൽ കൊള്ളക്കാരാൽ ബന്ധനസ്ഥനായി. പിന്നീട് അവിടെ നിന്ന് മോചിക്കപ്പെട്ട് വിൻസെന്റ് റോമിലെ കർദിനാൾമാരോട് താൻ അഭിനയിച്ച ജാലവിദ്യകൾ അവതരിപ്പിച്ചു. പിന്നീട് 1617 ജൂലൈയിൽ വിൻസെന്റ് ഷാറ്റ്ലോൺ ഡോസ് എന്ന ഇടവകയുടെ വികാരിയായി ചുമതലയേറ്റു. 1660 സെപ്റ്റംബർ 27-ന് വിൻസെന്റ് ഡി പോൾ അന്തരിച്ചു. 1712-ൽ കർദിനാൾ നോയലസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ കബറടക്കം തുറന്നപ്പോൾ മൃതശരീരം അഴുകാതെയും വസ്ത്രം നശിക്കാതെയും കാണപ്പെട്ടു. 1729 ഓഗസ്റ്റ് 13-ന് ബെനഡിക്ട് 13-ാമൻ മാർപ്പാപ്പ വിൻസെന്റ് ഡി പോളിനെ വാഴ്ത്തപ്പെട്ടവനായും ക്ലെമന്റ് 12-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ 1737 ജൂൺ 13-ന് വിശുദ്ധനായി പ്രഖ്യാപിച്ചു.